ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെ തിരുവചനങ്ങൾ. ശാബത്ത് ആചരണത്തെക്കുറിച്ച് വിവാദം. ഇന്നത്തെ സുവിശേഷം വിചിന്തനം ചെയ്യുമ്പോൾ മനുഷ്യൻ ശാബത്തിന് വേണ്ടിയുള്ളവനല്ല, ശാബത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ് എന്ന പ്രസ്താവന ഈശോ വചനഭാഗത്ത് നടത്തുന്നത് കാണാനാകും. നിയമത്തിനും ആചാരങ്ങൾക്കുമപ്പുറം ചോരയും നീരും കൊണ്ട് മെനയപ്പെട്ട പച്ചയായ ഒരു മനുഷ്യനെ കാണുവാനായി കണ്ണു തുറക്കണമെന്ന് ഈശോ പറയുന്നു. വിശപ്പിൻ്റെ വിളിയിൽ ശാബത്ത് മറന്ന് കതിർ ഭക്ഷിച്ച ശിഷ്യർ വിമർശിക്കപ്പെടുമ്പോൾ ദാവീദിൻ്റെ പുത്രനായ ഈശോ ദാവീദിൻ്റെ തന്നെ മാതൃക ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 13-ാം അധ്യായം 22-ാം വാക്യം ദാവീദിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഹൃദയം കാണുന്ന കർത്താവ്, അവസ്ഥ മനസ്സിലാക്കുന്ന തമ്പുരാൻ ആ പ്രവൃത്തിയുടെ പേരിൽ കോപിക്കില്ലെന്ന ഉറപ്പ് ഹൃദയത്തിൽ ഉള്ളതുകൊണ്ടാവാം ദാവീദ് അങ്ങനെ ചെയ്തത്. ഇവിടെ വീണ്ടും നിയമത്തിന് മുകളിലായി ദാവീദിൻ്റെ പുത്രൻ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നു. ഒരിക്കൽ ശത്രു സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യുവാവ് അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു കുടിലിൽ അഭയം തേടുന്നു. ഗ്രാമം വളയുന്ന ശത്രു സൈന്യം യുവാവിനെ വിട്ടുതന്നില്ലെങ്കിൽ ഗ്രാമം മുഴുവൻ പ്രത്യാഘാതം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പറയുമ്പോൾ ഗ്രാമവാസികൾ പുരോഹിതനെ സമീപിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ദൈവഹിതമറിയാൻ ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധഗ്രന്ഥം തുറക്കുമ്പോൾ ലഭിച്ച വചനഭാഗം, ജനങ്ങൾ മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന ഈശോയുടെ വിചാരണ ഭാഗം ആയിരുന്നു. അങ്ങനെ അവർ ആ യുവാവിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. ആ രാത്രി ഈശോ ദർശനത്തിൽ പുരോഹിതനോട് പറയുന്നുണ്ട്, ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധഗ്രന്ഥം തുറക്കുന്നതിന് പകരം ആ കുടിലിൽ ചെന്ന് ആ യുവാവിൻ്റെ കണ്ണുകളിൽ നോക്കിയിരുന്നെങ്കിൽ എൻ്റെ ഹിതം കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകുമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ വിധിക്കാൻ നമ്മുടെ മനസ്സും അധരങ്ങളും ഒരുക്കുന്നതിന് മുൻപ് അവരുടെ ഭാഗത്തു നിന്നുകൂടി ഒന്ന് ചിന്തിക്കാനുള്ള മനസ്സ് ഉണ്ടാകണം. ഈ ഒരു സാഹചര്യത്തിൽ ഈശോ എങ്ങനെ ചിന്തിക്കും, വിധി പ്രസ്താവിക്കും എന്നുകൂടി ചിന്തിക്കണം. തമ്പുരാൻ ചെയ്തതുപോലെ കരുണയോടെ അപരനിലേക്ക് നോക്കി കുറച്ചുകൂടി ബലഹീനതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കൃപ ചോദിക്കാം. സ്നേഹത്തിൻ്റെയും നന്മയുടെയും പേരിൽ അനാവശ്യമായ ബലംപിടുത്തങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള കൃപയും നമുക്ക് ചോദിക്കാം. എല്ലാവർക്കും നല്ല ഒരു അനുഗ്രഹത്തിൻ്റെ ദിനം നേരുന്നു.